നമ്മുടെ ചുറ്റുപാടിലെ ക്രമക്കേടുകൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് അറിയാമോ? അതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. പറയുന്നത് ഇങ്ങനെയാണ്: ഓർഡർ ഓഫ് സറൗണ്ടിങ്സ് ക്രിയേറ്റ് റിഥം ഇൻ ലൈഫ് ആൻഡ് ബ്രിങ്സ് ബാലൻസ്, ഈസ് ആൻഡ് വെൽബീയിങ്. പരിസര താളം. പ്രകൃതിയിലെ പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലും ഓരോ വസ്തുവിനും അതിൻ്റെതായ ശരിയായ സ്ഥാനവും ക്രമവും ഉണ്ടായിരിക്കുമ്പോഴാണ് സൗകര്യവും സൗന്ദര്യവും മാനസിക സ്വസ്ഥതയും ജീവിതത്തിലെ താളവും നിലനിൽക്കുന്നത്. എന്നാൽ ക്രമക്കേടുകൾ പ്രക്ഷുബ്ധതയും സമയനഷ്ടവും അസ്വസ്ഥതയും സൃഷ്ടിച്ച് ജീവിതത്തെ പുതിയ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ താളം എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിസര താളത്തെ കുറിച്ചാണ്. താളം എന്ന് നമ്മൾ മനസ്സിലാക്കി ആവർത്തിത ചലനങ്ങളാണ്. അപ്പൊ ഈ ആവർത്തിത ചലനങ്ങള് അതിനെ അളക്കാനുള്ള നമ്മുടെ ഒരു മാനകം ആണ് ഈ ക്രമം എന്ന് പറയുന്നത്. നമുക്ക് അളക്കാൻ പാകത്തിൽ ആ താളം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്രമം എന്ന് വിളിക്കാം. അപ്പോ ക്രമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ആ ക്രമം എന്നുള്ളത് പരിസരത്തുള്ള ക്രമമുണ്ടല്ലോ, ആ ക്രമവും നമ്മുടെ ക്രമവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പരിസരത്തെ താളമാണ് നമ്മുടെ ജീവിതത്തിൽ താളമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പരിസരത്തെ താളം നമ്മുടെ അകത്ത് താളമുണ്ടാക്കും എന്നാണ് ഇതിലെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. നമുക്കറിയാം, പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. പ്രകൃതിയിൽ അപ്രസക്തമായിട്ട് അനാവശ്യമായിട്ട് ഒരു സാധനവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഓരോ സ്ഥലത്തിന്, ഓരോ വസ്തുവിന്, ഓരോ ജീവിക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. ശരിയായ സ്ഥാനത്ത് അത് സ്ഥിതി ചെയ്യുമ്പോഴാണ് സൗന്ദര്യം ഉണ്ടാവുക. നമ്മുടെ മുഖം നോക്കുക. പ്രകൃതിയിൽ എന്ന് പറയുമ്പോൾ അതിനൊരു മാതൃക നൽകി നമ്മുടെ മുഖം നോക്കുക, നമ്മുടെ ശരീരം നോക്കുക. തല മുകളിലാണ്, കാല് താഴെയാണ്, കണ്ണ് മൂക്കിന്റെ മുകളിലാണ്. മൂക്കിന്റെ താഴെ ഉണ്ടെങ്കിൽ കണ്ണിന്റെ ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതിനും താഴെയാണ് വായ വന്നിട്ടുള്ളത്. ഇതെല്ലാം രണ്ട് സൈഡാണ് ചെവി വന്നിട്ടുള്ളത്. ഇവയെല്ലാം അതിന്റെ കൃത്യമായ സ്ഥാനത്ത് ആണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഇതാണ് കൃത്യമായ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായ സൗന്ദര്യമുണ്ട്, കൃത്യമായ സൗകര്യമുണ്ട്. അപ്പോ ഈ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറഞ്ഞ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, മിതശ്രമം എന്ന് പറയുന്നത്. പ്രകൃതിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. അപ്പൊ മിതശ്രമത്തിന് ഏറ്റവും സ്ട്രെയിൻ ഒഴിവാക്കാൻ പാകത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും പ്രകൃതി നമുക്ക് ഉണ്ടാക്കി തരിക. അപ്പൊ അതുകൊണ്ടാണ് ഹൃദയം, കണ്ണ്, ശ്വാസകോശം എല്ലാം അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോ എല്ലാ പ്രകൃതിയിലെ സർവ്വ വസ്തുക്കളും സർവ്വ സംവിധാനങ്ങളും അതാത് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഈ സ്ഥാനം മാറിയാൽ ക്രമം നഷ്ടവും. ഈ സ്ഥാനത്തെയാണ് നമ്മൾ ക്രമം എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സ്ഥാനം മാറിയാൽ ക്രമം നഷ്ടവും. ഒരു ചെറിയ മാറ്റം ഉണ്ടായത്, ഈ മൂക്ക് വായുടെ താഴെയാണ്, അല്ല കണ്ണിന്റെ മുകളിലാണ് വരുന്നതെന്നിരിക്കട്ടെ. അന്ന് അവസ്ഥ അറിയിച്ചു. ഓരോ പ്രാവശ്യം ശ്വാസം വിടുമ്പോൾ കണ്ണ് ഡിസ്റ്റർബ്ഡ് ആവും, അല്ലെ? ഒരു ചെറിയ മാറ്റം പോലും വലിയ സൗകര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും. ക്രമം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസൗകര്യം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഉപയോഗക്ഷമത നഷ്ടപ്പെടുന്നുള്ളതാണ്. അത് ഉപയോഗിക്കാനുള്ള രീതി നഷ്ടപ്പെടും. അതിന്റെ ഔട്ട്പുട്ടായിട്ട് അസ്വസ്ഥത ഉണ്ടാവും, അലോസര ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഈ ക്രമം തെറ്റുന്നതിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഈ കണ്ണിന്റെ കാഴ്ച കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ കണ്ണ് ഇവിടെ തന്നെ ഇരിക്കണം. മറ്റൊരു ഭാഗം കണ്ണ് രണ്ട് സൈഡിലാണെങ്കിൽ നമ്മുടെ ഈ കാഴ്ച കിട്ടില്ല. പശുവിനൊക്കെ സൈഡിലാണ്. അതിനനുസരിച്ചുള്ള വിഷനാണ്. അത് അതിന്റെ ജീവിതത്തിന്റെ ധർമ്മത്തിനനുസരിച്ച്. അപ്പോ ധർമ്മത്തിനനുസരിച്ചുള്ള ഒരു ക്രമമാണ് നമുക്ക് ഉണ്ടാവുക. ആ ക്രമം അനുസരിച്ച് അതിനൊരു സമയത്തിന്റെ, കാലത്തിന്റെ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. അപ്പൊ ഇത് ആ കാലത്തിനും ഒരു ക്രമമുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തില് എല്ലാം ശരിയായ സമയത്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലേ. നമ്മൾ ഒറ്റയ്ക്കല്ല, സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. നമ്മൾക്ക് ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോ ഇഷ്ടംപോലെ വസ്തുക്കൾ,
ഇഷ്ടംപോലെ സങ്കേതങ്ങൾ എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് കൃത്യമാണെങ്കിൽ നമ്മൾ അത് എന്താ പറയാ, നമ്മുടെ ജീവിതം അത് ഈസിയാക്കി തരും. ആ തെരഞ്ഞെടുപ്പ് കൃത്യമല്ലെങ്കിൽ അത് അത്ര ഈസി ആവില്ല. ഇപ്പോ നല്ലൊരു ടീച്ചറെ കിട്ടുക എന്നുള്ളത്, സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനല്ലേ ആണെങ്കിൽ നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ളത് നല്ലൊരു ചാൻസ് ആണ്. പക്ഷെ അവിടെ അത് കിട്ടിയിട്ടും പഠിക്കാതെ പോയാലോ, അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഈ സപ്പോർട്ടുകൾ തരുന്നുണ്ട്, ജീവിതത്തിൽ എല്ലാ വിധത്തിലും സപ്പോർട്ട് തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിസ്ഡമാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതുപോലെ പ്രകൃതിയിൽ ക്രമം എന്നുള്ളത് പ്രകൃതി നൽകിയിട്ടുണ്ട്. ശരീരത്തിൽ ക്രമം നൽകിയിട്ടുണ്ട്, പരിസരത്ത് ക്രമം നൽകിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ആ ക്രമം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിസ്ഡം ഉണ്ടല്ലോ, നമ്മുടെ തല, നമ്മുടെ ബുദ്ധി എന്നുള്ളത് രീതിയിൽ തൽക്കാലം ഉപയോഗിക്കുക. ബുദ്ധി എന്നുള്ളത് എങ്ങനെയാണോ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ ക്രമം നമുക്ക് എഫക്റ്റീവ് ആവുക, അല്ലെ? അപ്പൊ ആ ക്രമം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും, നമ്മുടെ പൊരുത്തക്കേട് ഉണ്ടാവും. പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അത് പ്രക്ഷുബ്ധത ഉണ്ടാക്കും. നമ്മൾ ആ പൊരുത്തപ്പെടുക എന്നുള്ളൊരവസ്ഥയില്ലേ, അത് സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. പൊരുത്തക്കേട് വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥതയായി. അസ്വസ്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് ശരിയാക്കിയെടുക്കാൻ വീണ്ടും 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 നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അത്രയും ഊർജ്ജ നഷ്ടം ഉണ്ടാവും. അതിനാണ് നിതശ്രമം എന്ന് പറയുന്നത്, ഊർജ്ജ നഷ്ടം ഇല്ലാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഊർജ്ജം ചെതറിപ്പോവും. അതിനെയാണ് നമ്മൾ പ്രക്ഷുബ്ധത അഥവാ എൻട്രോപ്പി എന്നൊക്കെ പറയുന്നത്, അല്ലെ? അത് ചിതറി നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ചിതറിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിലും അസ്വസ്ഥത ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ അസ്വസ്ഥത ഉണ്ടാവും, നമുക്ക് വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പലരുടെയും വീടും പരിസരവും കണ്ടു കഴിഞ്ഞാൽ മൊത്തം ക്രമം തെറ്റിയായിരിക്കും കിടക്കുക. ഈ ക്രമം കൃത്യമായില്ലെങ്കിൽ അതിനകത്ത് ജീവിക്കുന്നവന്റെ മനസ്സുണ്ടല്ലോ, അവൻ തൽക്കാലത്തേക്ക് ഈ അയാളുടെ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അയാൾ പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ ജീവിതം അയാൾക്ക് ക്രമക്കേട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക, അസ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ എല്ലാ വസ്തുക്കൾക്കും, നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വ വസ്തുക്കൾക്കും ക്രമം വേണം. അതിന് എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. അത് ഒറ്റയ്ക്ക് നീങ്ങാൻ അതിന് കഴിയാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം തന്നെ ഓട്ടോ ഓർഗനൈസ്ഡ് ആണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ ഒരു ഉപകരണം, ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പെൻ ഹോൾഡർ, അതല്ലെങ്കിൽ ഒരു ടംബ്ലർ, ഇതിനെല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്രദമാവുക. സ്ഥാനം കൃത്യമാണെങ്കിൽ ഉപയോഗം എളുപ്പമാവും. സ്ഥാനം കൃത്യമല്ലെങ്കിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടും, പിന്നെ ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള മെനക്കേട് വേറെ. അപ്പോ നമ്മളിപ്പോ ഒരു പേന സ്ഥലത്ത് വെച്ചു എന്നിരിക്കട്ടെ, പിന്നെ തിരയേണ്ടി വരില്ല. തിരയുക എന്നുള്ള പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഊർജ്ജം കുറെ ചെലവാക്കുന്നുണ്ട്, ശാരീരിക ഊർജ്ജം ചെലവാക്കുന്നുണ്ട്, സമയം ചെലവാക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഒരു പേന മാറി വെച്ചാൽ, അല്ലെ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് സമയം നഷ്ടപ്പെടുത്തും. ഊർജമാണ് സമയം എന്ന് പറയുന്നത്. സമയം നഷ്ടപ്പെടുത്തും. വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധ ഇങ്ങനെ ചെതറിപ്പോവും. അപ്പോഴാണ് ഈ ചെറിയ അസൗകര്യങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് വലിയ മാനസിക ക്ഷണം ഉണ്ടാക്കുക. കാരണം നമ്മൾ ചെറിയൊരു സാധനമായിരിക്കും തേടുന്നത്, പക്ഷെ തപ്പുകൾ തേടുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആക്ച്വൽ ഫോക്കസിൽ നിന്നും നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറി മറ്റു പലതും കാണും. ഒരു ചെറിയ സ്ക്രൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആണിപ്പെട്ടിയിൽ ഇരുന്ന് ഇങ്ങനെ തിരയാണെന്നിരിക്കട്ടെ, ഈ ചെറിയ സ്ക്രൂ നമ്മുടെ കണ്ണിൽ പെടും, ഒടുവിൽ ഒരു സമയത്ത് കണ്ണിൽ പെടും. പക്ഷെ അതുവരേക്കുള്ള സമയം നമുക്ക് ഇത് കാണുമ്പോൾ ഇത് അതിന് വേണോ, അത് ഇതിന് വേണോ, ഇത് അപ്പുറത്തേക്ക് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഇത് മറ്റൊന്നിന് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഈ തെരച്ചിലിന്റെ ഇടയിൽ നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മളിപ്പോ കടുകില്ലേ, കടുക് ഞാൻ സ്ഥിരം പറയുന്ന ഉദാഹരണമാണ്. കടുക് നമ്മൾ പാചകം ചെയ്യാൻ അടുപ്പത്ത് എണ്ണ വെച്ച ശേഷം കടുക് പൊട്ടിക്കാനായിട്ട് കടുകിന്റെ എടുക്കാൻ നീങ്ങുന്ന സമയത്ത് കടുകിന്റെ പാത്രം കാണുന്നില്ല. പിന്നെ ഇത് എവിടെയാ ഇങ്ങനെ അന്വേഷിച്ച് പോയി വരുമ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ടാവും. പിന്നെ കടുക് ഇടുന്ന സമയത്ത് അത് മൊത്തം കരിഞ്ഞും പോകും. അപ്പൊ സമയം പോകും, ഊർജം പോകും, വിഭവം പോകും, അല്ലെ? ക്രമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ചെറിയൊരു കാര്യമാണ്, വളരെ ചെറിയൊരു കാര്യമാണ്. ആ ചെറിയ കാര്യത്തിൽ ഇപ്പൊ ഒരു ഓട്ടോമൊബൈലിന്റെ ഫിറ്റിംഗ്, അതായത് ഡിസൈനിൽ ചെറിയൊരു മാറ്റം വന്നാൽ മതി, ആ വണ്ടി പാളിപ്പോവും, ആ വണ്ടി ഒരുപാട് ആക്സിഡന്റിലേക്ക് ചേരും. ഈ പ്രക്ഷുബ്ധത എന്നുള്ളത്, നമ്മൾ ഈ ക്രമം തെറ്റിച്ചു കഴിഞ്ഞാൽ അത് പ്രക്ഷുബ്ധതയിലേക്ക് കൊണ്ടെത്തിക്കും.
വലിയ ക്രമക്കേടിലേക്ക് കൊണ്ടെത്തിക്കും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഒരു ഓട്ടോമോട്ടീവിന്റെ ഒരു വീലിലെ ഒരു ചെറിയ സ്ക്രൂ അല്ലെങ്കിൽ ഒരു ഞെട്ട്, ആ ഞെട്ട് അത് ഇരിക്കേണ്ട പൊസിഷനിലല്ല ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു വലിയ ആക്സിഡന്റിലേക്ക് പോകും. അത് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുടെ ജീവൻ പോയി എന്ന് വരും, അല്ലെ? ഇതിപ്പോ വെളിയിലുള്ള ഒരു വസ്തുവില്ല, നമ്മുടെ അകത്താണെങ്കിലും അകത്തും ഒരു ക്രമക്കേടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിങ്ങനെ അസ്വസ്ഥത വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കുറച്ചു കാലം ജീവിക്കുമ്പോൾ ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിത രീതിയായിട്ട് മാറും. നമ്മൾ ഒരു ദിവസം മുറി വൃത്തിയാക്കാതെ വിട്ടുന്നിരിക്കട്ടെ, തൂത്തുവാരി വൃത്തിയാക്കുന്ന വിട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട് മുഴുവൻ അലങ്കോലമാകുന്നതാണ്. ഒരു മുറി ഒന്ന് വൃത്തിയാക്കാതെ ഇരുന്നാൽ മതി, വീട് മൊത്തം അലങ്കോലമാകുന്നത് കാണാൻ പറ്റും. അപ്പോ ചെറിയ ഡിസോർഡർ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് വലിയ ഡിസോർഡർ ആയിട്ട്, അക്രമമായിട്ട് മാറും, അതിക്രമമായിട്ട് മാറും. ഇതിനെന്താ പരിഹാരം? നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ വസ്തുക്കളെയും തിരിച്ചറിയാൻ പറ്റാത്ത വസ്തുക്കളുണ്ടോ അവയെ അവിടെ നിന്ന് മാറ്റുക, അതവിടെ വേണ്ട, അവയെ ഒഴിവാക്കുക. അപ്പോ ഈ വസ്തുക്കളെ തിരിച്ചറിയുമ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷൻ ഓൾറെഡി അതൊരു പൊസിഷനിലായിരിക്കാം, അതല്ല എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിന്റെ സ്ഥാനമുണ്ടല്ലോ, അത് നിർണ്ണയിക്കുക, എവിടെ വേണമെന്നുള്ളത് നിർണ്ണയിക്കുക. അപ്പോ ഈ നമുക്ക് മനസ്സിലാകാത്ത വസ്തുക്കൾ, മനസ്സിലാവുന്നതിൽ തന്നെ ആവശ്യമില്ലാത്ത വേണ്ട അത്തരം സാധനങ്ങൾ ഒഴിവാക്കണം. ഇത് നമ്മൾ ഒരു ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കാൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചവിടെ തന്നെ വെക്കുക. ഇല്ലെങ്കിലോ പിന്നെ നമ്മൾ തേടേണ്ടി വരും. തിരിച്ചവിടെ തന്നെ വെക്കുക. ഞാൻ ഈ കമ്മ്യൂണിൽ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ വരുന്ന ആളുകളോട് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത്, അവരും ഞാനും തമ്മിലുള്ള ക്രൈസിസ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആളുകൾക്ക് ക്രമം എന്നുള്ള സംഭവം ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് മറ്റേ പുതപ്പും വിരിപ്പും ഒക്കെ അങ്ങനെ ഇട്ടിട്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അല്ലെ? ഈ അമേരിക്കൻ നേവൽ ഫോഴ്സിൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്ന ട്രെയിൻ ബെഡ് മേക്കിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ് എത്ര കൃത്യമായിട്ട് റീ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, അത് ആദ്യത്തെ ട്രെയിനിങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ കിടക്ക എടുത്തു വെക്കുക, ഒരു വായന കഴിഞ്ഞിട്ട് പുസ്തകം എടുത്തു വെക്കുക, യൂസ് ചെയ്തിട്ട് ലാപ്ടോപ്പ് അടച്ചു വെക്കുക. നമ്മൾ എന്തെടുത്തോ എടുത്തതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ഈ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് റെസിലിയൻസ് എന്ന് പറയാം, അല്ലെ? റെസിലിയൻസ്, പുനഃസ്ഥാപനം ആരുടെ ശേഷിയാണ്? ജൈവ വസ്തുവിന്റെ ശേഷിയാണ്. അപ്പൊ ഈ പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ഈ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഉള്ളിൽ ക്രമമുണ്ടെങ്കിൽ മാത്രമേ പുറത്തെ ക്രമം ഉണ്ടെങ്കിലാണ് അകത്തെ ക്രമം ശരിയാവുക, അകത്തെ ക്രമം ഉണ്ടെങ്കിലാണ് പുറത്തെ ക്രമം ഉണ്ടാവുക. ഈ ക്രമം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിസരത്തെ ക്രമം എന്നുള്ളത് ജീവിതത്തിന്റെ ക്രമത്തെ ശരിക്കും ശക്തമാക്കും. അപ്പോ പരിസരത്തെ ക്രമം ക്രമീകരിക്കാൻ നമ്മൾ ചെറുതായിട്ട് ഒരുങ്ങിയാൽ അത് ജീവിതത്തെ വലിയ രീതിയിൽ ക്രമീകരിക്കും. അപ്പോൾ ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളിലും ഈ പുനഃസ്ഥാപന ശേഷി കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിസരത്തുള്ള ഓരോ ഉപകരണത്തിനും അതിന്റെ സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റേണ്ടി വരും, അത് കഴിഞ്ഞാൽ തിരിച്ച് അവിടെ തന്നെ പ്ലേസ് ചെയ്യുക. ഇത് ചെറിയ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ പേനയുടെ കാര്യത്തിലായിക്കോട്ടെ, വണ്ടിയുടെ വാഹനത്തിന്റെ താക്കോലിന്റെ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ മൊബൈലിന്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന ഏത് ഉപകരണമായിക്കോട്ടെ, ഇനി പൊതുജീവിതത്തിൽ വരുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ഓർഡറിലേക്ക്, അതിനൊരു ഓർഡർ ഉണ്ടെന്ന് അറിയുക, എഗ്രി ചെയ്യുക, ആ ഓർഡറിനെ നിങ്ങൾ അംഗീകരിക്കുക, അതിന്റെ ഓർഡറിനെ നിങ്ങൾ അംഗീകരിക്കുക, എന്നിട്ട് അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക, അതിന്റെ വഴിക്ക് തന്നെ ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതെങ്ങാനും അതിൽ നിന്നും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് പുനഃസ്ഥാപിക്കുക. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പരിസര താളം എന്ന് പറയുന്നത് ഓരോ വസ്തുവിനും ശരിയായ ഒരു താളമുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു ക്രമമുണ്ട്. അവിടെ ക്രമക്കേട് ഉണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രക്ഷുബ്ധത ഉണ്ടാക്കും. ക്രമമുണ്ടെങ്കിലോ ജീവിതം ലളിതമായിരിക്കും, മനോഹരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രമം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതുമായിട്ട് സമരസപ്പെട്ടു പോവുക. ഇല്ലെങ്കിൽ പുതിയൊരു ക്രമം കണ്ടെത്താൻ ശ്രമിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തെരഞ്ഞെടുത്ത് കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ ക്രമത്തിലായിരിക്കുക എന്നുള്ളത്, നിരന്തരമായിട്ട് നിർത്തുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അത് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്